ബലി വാമന കഥ. പണ്ട് ദേവന്മാരും അസുരന്മാരും പാൽക്കടൽ കടഞ്ഞു. അമൃതിനു വേണ്ടിയായിരുന്നു ആ കഠിനാധ്വാനം. മന്ദര പർവ്വതത്തെ കടകോലാക്കി വാസുകി എന്ന പെരുമ്പാമ്പിനെ കയറാക്കി ദേവാസുരന്മാർ ഇരുഭാഗത്തു നിന്ന് വാസുകിയെ പിടിച്ചുവലിച്ച് മന്ദരം കറക്കിയാണ് പാലാഴി കടഞ്ഞത്. അമൃത് കിട്ടിയപ്പോൾ ആ കുടവുമായ അസുരന്മാർ സ്ഥലം വിട്ടു. ദേവന്മാർക്കായിരുന്നു അമൃതിൻ്റെ ആവശ്യം. മഹർഷിയുടെ ശാപം മൂലം ബാധിച്ച ജരയും നരയും ഇല്ലാതാക്കാൻ നിർദ്ദേശിക്കപ്പെട്ട മരുന്നായിരുന്നു അത്. പാലാഴി കടയാൻ സഹായത്തിനായി വിളിക്കപ്പെട്ടവർ മാത്രമായിരുന്നു അസുരന്മാർ. അസുരന്മാർ അമൃത് കൊണ്ടുപോയതോടെ ദേവന്മാർ ദുഃഖിതരായി. ഇനി എന്തു ചെയ്യും? മഹാവിഷ്ണു മായാമോഹിനി വേഷത്തിൽ അസുര സങ്കേതത്തിലെത്തി. മോഹിനി രൂപം കണ്ട് ഭ്രമിച്ചിരുന്ന അസുരന്മാരെ പറ്റിച്ച് അമൃതകുംഭം കൈക്കലാക്കി. ദേവന്മാർക്ക് സന്തോഷമായി. അവർ വിഷ്ണു ഭഗവാനെ സ്തുതിച്ചു നമസ്കരിച്ചു. അസുരന്മാർ വിടുമോ? അവർ കൂട്ടത്തോടെ പാഞ്ഞുവന്ന് ദേവന്മാരുമായി യുദ്ധം ചെയ്തു. എന്നാൽ ജയിക്കാനായില്ല. മാത്രമല്ല, അസുര നേതാവായ മഹാബലിയെ ഇന്ദ്രൻ കൊല്ലുകയും ചെയ്തു. അസുരഗുരുവായ ശുക്രാചാര്യൻ മൃതസഞ്ജീവിനി വിദ്യ കൊണ്ട് ബലിയെയും അസുരരെയും ജീവിപ്പിച്ചു. മഹാബലി യാഗങ്ങൾ ചെയ്ത് ബലം വർദ്ധിപ്പിച്ച് കരുത്തനായി. മഹാപരാക്രമിയായ മഹാബലി പൂർവാധികം ശക്തിയോടെ യുദ്ധം ചെയ്ത ദേവലോകം ഉൾപ്പെടെ 3 ലോകവും പിടിച്ചടക്കി. ദേവേന്ദ്രനും പരിവാരങ്ങളും പേടിച്ച് ഓടിയൊളിച്ചു. ദേവലോകം അധീനത്തിലായ മഹാബലി അവിടുത്തെ സിംഹാസനത്തിലിരുന്നു ഭരിച്ചു. ദേവന്മാരെ ഉപദ്രവിച്ചില്ല. വേണ്ടതെല്ലാം നൽകി അവരെ സംരക്ഷിച്ചു. ഭരണപരമായ കാര്യങ്ങളിൽ ദേവഗുരുവായ ബൃഹസ്പതിയുടെ ഉപദേശം തേടി. ബലിയുടെ ഭരണ നൈപുണ്യവും പ്രജാവാത്സല്യവും 3 ലോകങ്ങളിലും വ്യാപിച്ചു. സകലരും ബലിയെ പ്രശംസിക്കാൻ തുടങ്ങി. അതോടെ ബലിയുടെ മനസ്സിൽ അഹങ്കാരം മുളപൊട്ടാൻ തുടങ്ങി. ധർമ്മിഷ്ഠനും സത്യസന്ധനും ത്യാഗിയുമായ ബലിയിൽ അഹംഭാവം വളരുന്നത് കണ്ടപ്പോൾ വിഷ്ണു ഭഗവാന് വിഷമമായി. ഭഗവാന്റെ അടിയുറച്ച ഭക്തനാണ് മഹാബലി. ഭക്തനായ പ്രഹ്ലാദന്റെ പൗത്രനും സർവസമ്മതനായ ആ ഭക്തനെ ഈ പതനത്തിൽ നിന്ന് കരകയറ്റണമെന്ന് ഭഗവാൻ നിശ്ചയിച്ചു. ബലവും പണവും അധികാരവുമാണല്ലോ ഉള്ളിൽ കയറാൻ അഹങ്കാരത്തിന് വാതിൽ തുറന്നു കൊടുക്കുന്നത്. ദേവന്മാർക്ക് സ്വർഗം നഷ്ടപ്പെട്ടത് ദേവമാതാവായ അതിഥിയെ സങ്കടത്തിലാക്കി. മകനിരുന്ന ദേവസിംഹാസനത്തിൽ ഒരസുരൻ കയറി ഇരിക്കുകയോ ദേവമാതാവിന് സങ്കല്പിക്കാൻ പോലും കഴിയുന്ന ഒന്നായിരുന്നില്ല അത്. അവർ തൻ്റെ സങ്കടം ഭർത്താവായ കശ്യപ മഹർഷിയോട് പറഞ്ഞു. കശ്യപൻ പറഞ്ഞു, അസുരകുലത്തിൽ പിറന്നവനാണ് മഹാബലി. എങ്കിലും ധർമ്മവും നീതിയും എല്ലാമുള്ള ഒരു ഭക്തനാണ് അയാൾ. അഹങ്കാരിയായി വഴിപിഴച്ച ബലിയോട് ഭഗവാനുള്ള താല്പര്യം ഇപ്പോൾ അല്പം കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ഭഗവാനെ പ്രത്യക്ഷപ്പെടുത്തി കാര്യം പറഞ്ഞാൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാകും. അതിനുവേണ്ടി പ്രയോവ്രതമനുഷ്ഠിക്കുക. 12 ദിവസത്തെ ഒരു കഠിന വ്രതമാണത്. ഉത്തമ സന്താനങ്ങൾ ഉണ്ടാവാൻ ഇത് വിശേഷപ്പെട്ടതാണ്. വ്രതാവസാനത്തിൽ ഭഗവാൻ വിഷ്ണു പ്രത്യക്ഷപ്പെട്ടു. അതിഥി സ്തുതിച്ച് നമസ്കരിച്ച് സങ്കടം പറഞ്ഞു. ഞാൻ അമ്മയുടെ പുത്രനായി ജനിച്ച് വേണ്ടതെല്ലാം ചെയ്യുന്നുണ്ട് എന്ന് ഉറപ്പു നൽകി ഭഗവാൻ മറഞ്ഞു. അതിഥി കശ്യപരുടെ പുത്രനായി ഭഗവാൻ ജന്മമെടുത്തു. വൈഷ്ണവരൂപം പ്രകടമായി പ്രകാശിക്കുന്നതായിരുന്നു ശിശുരൂപം. ചിങ്ങമാസത്തിലെ വെളുത്ത പക്ഷത്തിൽ ദ്വാദശിയും തിരുവോണവും ചേർന്ന പുണ്യദിനത്തിലായിരുന്നു ജനനം. മധ്യാഹ്നത്തിൽ അത്യന്തം ശുഭകരമായ അഭിജിത് മുഹൂർത്തത്തിൽ പെട്ടെന്ന് തന്നെ തേജസ്വിയായ ഒരു ബ്രഹ്മചാരിയുടെ രൂപമെടുത്തു. കശ്യപൻ ജാതക കർമ്മങ്ങൾ ചെയ്തു. ദേവകളും ഋഷികളും അവിടെ എത്തി. ബ്രഹ്മചാരിക്ക് ദേവഗുരു പൂണൂൽ നൽകി. കശ്യപൻ പുല്ലിൽ തീർത്ത അരഞ്ഞാണം കൊടുത്തു. ഭൂമിദേവി മാന്തോൽ നൽകി. ചന്ദ്രൻ യോഗദണ്ഡ് സമ്മാനിച്ചു. വനദേവതമാർ മരവുരി കൊണ്ടുള്ള കോണകം നൽകി. അതിഥി ഓലക്കുടയും സരസ്വതി ജപമാലയും കൊടുത്തു. ബ്രഹ്മാവ് കമണ്ഡലു നൽകി. പാർവതി ഭിക്ഷാപാത്രവും ദാനം ചെയ്തു. ബ്രഹ്മചാരിയായ സന്യാസി ബാലന്റെ വേഷത്തിൽ വാമനമൂർത്തി ഭിക്ഷാടനത്തിനിറങ്ങി. ഈ സമയം മഹാബലി നർമ്മദാതീരത്ത് അശ്വമേധം നടത്തുകയായിരുന്നു. വാമനമൂർത്തി അവിടേക്കാണ് നേരെ പോയത്.
സൂര്യ തേജസ്സുള്ള ഒരു ബ്രഹ്മചാരി ബാലൻ വരുന്നത് കണ്ടപ്പോൾ എല്ലാവരും അത്ഭുതപ്പെട്ടു. ബലിയുടെ ശുക്രാചാര്യരുമെല്ലാം ഓടിച്ചെന്ന് ബ്രഹ്മചാരിയെ എതിരേറ്റു കൊണ്ടുവന്നു കാല് കഴുകിച്ച് സ്വീകരിച്ചു. അങ്ങയുടെ വരവിൻ്റെ ഉദ്ദേശ്യമെന്താണ്? എന്തായാലും നിറവേറ്റാൻ ഞാൻ ഒരുക്കമാണ്. എല്ലാം തൻ്റെ അധീനതയിലാണ് എന്ന അഹന്ത ബലിയുടെ വാക്കിൽ നിഴലിച്ചിരുന്നു. വലിയ ആഗ്രഹങ്ങളുമൊന്നുമില്ല. സ്വസ്ഥമായിരുന്നു ജപിക്കാൻ 3 അടി ഭൂമി വേണം. വിനയം നിറഞ്ഞതായിരുന്നു വാമനന്റെ വാക്കുകൾ. ബ്രഹ്മചാരി തന്നെ കളിയാക്കുകയാണോ എന്ന് ബലി ശങ്കിച്ചു. അദ്ദേഹം വാമനനെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്ക് 3 അടി മണ്ണാക്കുന്നു. സ്വർണമോ നഗരമോ ഗ്രാമമോ രാജ്യം തന്നെയോ ചോദിച്ചുകൊള്ളൂ, എന്തു തന്നെയായാലും തരാൻ ഞാൻ ഒരുക്കമാണ്. ബലിയുടെ വാക്കുകളിൽ അഹങ്കാരം തുളുമ്പിയിരുന്നു. വേണ്ട, അധികമായി ഒന്നും വേണ്ട. എൻ്റെ പാദം കൊണ്ട് അളക്കാവുന്ന 3 അടി ഭൂമി മാത്രം മതി. വാമനന്റെ വാക്കുകൾ മധുരമാർന്നതും മുഖം മന്ദഹാസാർദ്രവുമായിരുന്നു. ഭക്തനും ധർമ്മിഷ്ഠനുമായ മഹാബലിയുടെ അഹങ്കാരം ഇല്ലാതാക്കണമെന്ന് ഭക്തവത്സലനായ ഭഗവാൻ നിശ്ചയിച്ചു. ഗുരുനാഥന്റെ എതിർപ്പ് വകവയ്ക്കാതെ 3 അടി ഭൂമി അളന്നെടുക്കാൻ വാമന ബ്രഹ്മചാരിക്ക് മഹാബലി അനുമതി നൽകി. ഉടനെ വാമനൻ ആകാശത്തോളം വളർന്നു. ലോകം മുഴുവൻ 2 അടിയാൽ അളന്നെടുത്തു. 3-ാമത്തെ അടി നൽകാൻ ആവശ്യപ്പെട്ടപ്പോൾ ബലി തൻ്റെ ശിരസ് കാണിച്ചു കൊടുത്തു. അത് അഹങ്കാരം വെടിഞ്ഞുള്ള സർവസമർപ്പണമായിരുന്നു. വാമനമൂർത്തി സന്തുഷ്ടനായി ബലിയോട് പറഞ്ഞു, അഹങ്കാരം തീർക്കാൻ വേണ്ടിയാണ് ഇതെല്ലാം ചെയ്തത്. പുണ്യങ്ങൾ നിമിത്തം താങ്കൾ സകല സിദ്ധികളും കൈവന്നവനായിരിക്കുന്നു. അനുഗ്രഹിച്ച ശേഷം ബലിയെ ഭഗവാൻ സുതലത്തിലേക്ക് അയച്ചു. ഭൂമിക്കു താഴെയുള്ള ലോകമാണ് സുതലം. സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമായത്. ദേവശില്പിയായ വിശ്വകർമാവാണ് മനോഹരമായ സുതലം നിർമ്മിച്ചത്. അടുത്ത മന്വന്തരത്തിൽ ഇന്ദ്രപദവിയിലെത്തുമെന്നും അനുഗ്രഹിച്ചു. വർഷത്തിലൊരിക്കൽ പ്രജകളെ കാണാൻ വരാനുള്ള അനുമതിയും നൽകി. അങ്ങനെ പ്രജാദർശനത്തിന് വരുന്ന മഹാബലിയെ എതിരേൽക്കുന്ന ആഘോഷമായാണ് ഓണം കൊണ്ടാടുന്നത്. കോടിയുടുത്തും പൂക്കളം രചിച്ചും സദ്യയൊരുക്കിയും എല്ലാവരും ആഹ്ലാദിക്കുന്ന മുഹൂർത്തം. വാമനാവതാര ദിനം കൂടിയാണ് തിരുവോണം എന്നതിനാൽ ഓണാഘോഷം വാമനപൂജ കൂടിയാണ്. കർക്കടകത്തിൻ്റെ കാറൊഴിഞ്ഞെത്തുന്ന ചിങ്ങത്തിലെ സമ്പൽ സമൃദ്ധമായ കാർഷികാഘോഷമായും ഓണം കൊണ്ടാടപ്പെടുന്നു. അതിഥിക്കു നൽകിയ വാക്കനുസരിച്ച് ദേവലോകം ദേവന്മാർക്ക് വീണ്ടെടുത്തു നൽകുകയും ചെയ്തു. വെട്ടിപ്പിടിച്ച വിസ്തൃതമായ ലോകങ്ങളും തന്നെയും ഭഗവാന് മുന്നിൽ സമർപ്പിക്കാനുള്ള ബലിയുടെ ത്യാഗസന്നദ്ധത ആശ്ചര്യജനകം തന്നെ. അചഞ്ചല ഭക്തന്റെ ദോഷവശങ്ങളെല്ലാം നീക്കി സംസ്കരിച്ചെടുത്ത് ഉചിതമായ ഉന്നത പദവിയിൽ അവരോധിക്കുന്ന ഭഗവാന്റെ ആശ്രിത വാത്സല്യം ആരുടെ കണ്ണുകളെയാണ് ഈറനാക്കാത്തത്? ആർത്തയായി എത്തിയ ദേവമാതാവിൻ്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ അവരുടെ തന്നെ പുത്രനായി ജനിക്കുന്ന ഭഗവാന്റെ മാതൃസ്നേഹവും കാരുണ്യവും എല്ലാം ബലി വാമന കഥ പറഞ്ഞു തരുന്നു. എന്തെല്ലാം സിദ്ധികളും പദവികളും കഴിവുകളും ഉണ്ടെങ്കിലും അഹങ്കാരം മറ്റുള്ളവരിൽ അതൊന്നും നിലനിൽക്കില്ലെന്ന് സന്ദേശവും ഈ കഥ തരുന്നുണ്ട്. നന്ദി, നമസ്കാരം.